വേൾഡ് ഹിസ്റ്ററിയിലെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ട്രാൻസിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ലീഡിങ് ടു ഒരു ഡിക്ലൈൻ, അതുപോലെ ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. സോ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിന് പറയുമ്പോൾ ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ ഫ്യൂഡലിസം എന്ന് പറയുന്നത് 9th സെഞ്ച്വറിയിലും അതുപോലെ 14th സെഞ്ച്വറിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ഒരു മധ്യകാല യൂറോപ്പിലാണ് കൂടുതലായിട്ട് ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് ഫ്യൂഡലിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രഭുക്കന്മാർ കമ്മോഡിറ്റീസ്, അതായത് ചരക്കുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും രാജാവിനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉള്ളൊരു ഘടനയായിരുന്നു ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള അസമത്വം, ഇനക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവുമല്ലോ. സോ ഉൽപ്പാദന മാർഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഫ്യൂഡലിസം എന്ത് ചെയ്തു? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സ്ഥിരത നൽകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ 14ാം നൂറ്റാണ്ടിൽ ഈ ഫ്യൂഡലിസത്തിന് ഒരു തകർച്ച നേരിടുവാണ്. 1806 ആയപ്പോഴേക്കും നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ ഒരു ഔദ്യോഗികമായിട്ട് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിർത്തലാക്കി. സോ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. സോ ഫാക്ടേഴ്സ് ലീഡിങ് ടു ഡിക്ലൈനിൽ പറയുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആത്യന്തിക തകർച്ച എന്ന് പറയുന്നത് ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളാണ്. അതായത് പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് അവിടുത്തെ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വിരുദ്ധമായിരുന്നു എന്ന് തന്നെ പറയാം. അവരുടെ ഒരു സുസ്ഥിരത എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മാക്സിമം ഈ കർഷകരെ ചൂഷണം ചെയ്യുക എന്ന് മാത്രമാണ് പ്രഭുക്കന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതൊരിക്കലും സസ്റ്റെയിൻ ചെയ്ത് പോവില്ല എന്ന്. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ മെച്ചപ്പെടുത്തലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അഭാവം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയാൻ വേണ്ടിയിട്ടും ആ കുറഞ്ഞത് മൂലം ഉൽപ്പാദനക്ഷമത ഇല്ലാതാവാനും അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യും? ഉൽപ്പാദനം കുറയാതെ ക്ഷാമത്തിലേക്കും ഒക്കെ തന്നെ കാരണമാവുകയാണ് ചെയ്യുന്നത്. ഈ കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം, അതായത് സർപ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ പിടിച്ചെടുത്തു. അതായത് ഇവർക്ക് യൂസ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ഇവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടേ, പക്ഷെ അതെല്ലാം തന്നെ ഈ പ്രഭുക്കന്മാർ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ പിടിച്ചെടുക്കുകയും അവർ കാർഷിക നിക്ഷേപങ്ങളെയൊക്കെ തന്നെ പരിമിതപ്പെടുത്താനും തുടങ്ങി. പിന്നെ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന വളർച്ച എന്ന് പറയുന്നത് ഭൂ ഉടമകളെ വിഭജിക്കാൻ തുടങ്ങുകയും ഇത് ആ ഒരു വ്യവസ്ഥ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. സോ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് ആണ് ഇതിലെ ഒരു ഫസ്റ്റ് വൺ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കുരിശ് യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ്. യൂറോപ്പിൽ നിന്ന് നിരവധി ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നീക്കം ചെയ്തുകൊണ്ട് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയിൽ ഈ കുരിശ് യുദ്ധങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പുണ്യഭൂമിയെ കുറിച്ചിട്ട്. സോ പുണ്യഭൂമിയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് നിരവധി പ്രഭുക്കന്മാരുടെ മരണത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമായി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയുന്നത് ധനസഹായമൊന്നും ലഭിക്കുന്നില്ല. അവരതിന് വേണ്ടിയിട്ട് അവരുടെ ഭൂമി വിൽക്കുന്നു. അപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർ അവരുടെ പവറിനെ ദുർബലപ്പെടുത്തുകയും അവിടെ രാജവാഴ്ചയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. സോ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു രാജവാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ ഒരു കുരിശ് യുദ്ധങ്ങൾ ചെയ്തത്. സോ കുരിശ് യുദ്ധങ്ങൾ വർദ്ധിച്ച വ്യാപാരത്തിനും പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും ഒക്കെ തന്നെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് പറയാം. അതുപോലൊരു പണസമ്പത്ത് വ്യവസ്ഥ, ഒരു പുതിയ വ്യാപാരി വർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഇതിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കുരിശ് യുദ്ധങ്ങളാണ് എന്തിന് നമ്മുടെ ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണങ്ങളെ കുറിച്ചിട്ടാണ്. പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും ഒക്കെ തന്നെ വളർച്ച എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇപ്പോൾ നഗര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വ്യാപാരികളെ ആകർഷിച്ചിട്ടുണ്ട്. കരകൗശല വിദഗ്ധരെയും വ്യാപാരികളെയൊക്കെ തന്നെ ഈ നഗര കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുകയും പണം എന്ന് പറയുന്നതിൽ ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ഇത് നയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ ഉടമസ്ഥത, അതുപോലെ കർഷകരുടെ ഉൽപ്പാദനം, ഇതൊക്കെ തന്നെ അധിഷ്ഠിതമായിട്ടാണല്ലോ ഈ ഒരു ഫ്യൂഡൽ സമ്പ്രദായം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അണ്ടറിൽ ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ ജോലി ചെയ്യുന്ന കർഷകരുണ്ട്, അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തെ ഇത്തരത്തിലുള്ള പണസമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ബർഗറുകൾ അറിയപ്പെടുന്ന പുതിയ നഗരവർഗ്ഗ
വർഗവും രാജാക്കന്മാരുമായിട്ടുള്ള പുതിയ നിയമങ്ങളിലൂടെ പുതിയ സഖ്യങ്ങളിലൂടെയൊക്കെ തന്നെ പുതിയ തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. ബെൽജിയൻ ചരിത്രകാരനായിട്ടുള്ള ഹെൻറി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് വ്യാപാരം ഒന്ന് റീജനറേറ്റ് ചെയ്ത് വരുവാനും അതുപോലെ നഗരങ്ങളുടെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ നമുക്ക് തേർഡ് വണ്ണായിട്ട് അർബനൈസേഷൻ ആണ് ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈന് കാരണമായി എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത് ആണ്. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ യൂറോപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ഡെത്ത് ഫ്യൂഡൽ സമ്പ്രദായം എന്ന് പറയുന്നത് അഗാധമായിട്ടുള്ള രീതിയിൽ ഒരു സ്വാധീനം ഇതിനകത്തേക്ക് ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം ജനസംഖ്യയുടെ ഗണ്യമായിട്ടുള്ള ഒരു ഭാഗത്തെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ഇത് തൊഴിലാളികൾ മരിക്കാൻ വേണ്ടി കാരണമായി, അവശേഷിക്കുന്ന കർഷകർക്ക് വേതനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. പിന്നെ തൊഴിൽ വിപണിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അടിമകളുടെ മേലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ദുർബലപ്പെടുത്തി. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വരികയും സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു ഉയർച്ചയ്ക്ക്, ഇപ്പോൾ പ്ലേഗ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ഒരു ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ ജനസംഖ്യയിൽ ഉണ്ടായിരുന്ന കുറവ് എന്ന് പറയുന്നത് കുറഞ്ഞ തരത്തിലുള്ള ഭൂമി വിലയിലേക്ക്, കുറഞ്ഞ ഉപഭോഗം, അതായത് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യം വരുന്നുണ്ടോ, ഇല്ല, അപ്പോൾ കുറഞ്ഞ തരത്തിലുള്ള ഉപഭോഗത്തിലൊക്കെ നയിച്ചു. ഇത് ഫ്യൂഡൽ വ്യവസ്ഥയെ എന്ത് ചെയ്തു, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണമായി എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺട്രഡിക്ഷൻസും അതുപോലെ കുരിശുയുദ്ധങ്ങളും അതുപോലെ തന്നെ നഗരവൽക്കരണവും ബ്ലാക്ക് ഡെത്ത് പോലത്തുള്ള ദുരന്ത സംഭവങ്ങൾ സ്വാധീനിക്കപ്പെട്ടത് മൂലമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് തകർച്ചയിലേക്ക് എത്തിയത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. സോ ഈ ഘടകങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കൂട്ടായിട്ട് ഫ്യൂഡൽ സമ്പ്രദായം എന്ന് പറയുന്നത് ദുർബലപ്പെടുത്താനും മുതലാളിത്തത്തിൻ്റെയും ആധുനിക ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ ഒരു ആവിർഭാവത്തിന് വഴിയൊരുക്കുകയും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഒരു ഘടനയെ പുനർനിർമ്മിച്ചുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റങ്ങൾക്ക് കാരണമായി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യനെ കുറിച്ചിട്ടാണ്. സോ ബ്രേക്കിംഗ് ദ ഈസ്റ്റ് വെസ്റ്റ് ഡിവൈഡ് എന്നാണ്, കിഴക്ക് പടിഞ്ഞാറ് വിഭജനം എന്ന് പറയുന്നത് തകർക്കുകയാണ്. അപ്പോൾ എഡ്വേർഡ് സെയ്ദിനെ പോലുള്ള പോസ്റ്റ് കൊളോണിയൽ ചിന്തകർ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു വേർതിരിവ് നിർദ്ദേശിച്ചുവെങ്കിലും അവർ ആഴത്തിൽ പരസ്പരം ഈ നമ്മുടെ യൂറോപ്പും ഏഷ്യയും തമ്മിൽ ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഹിസ്റ്ററി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹങ്ങൾ തന്നെ പുരാതന ഗ്രീക്ക് റോമൻ അറിവുകൾ സംരക്ഷിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 10-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഭജനം എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ക്രൂസാഡേഴ്സ്, അതായത് നമ്മുടെ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈനിക നീക്കങ്ങളെക്കാളും വലുതായിരുന്നു എന്ന് പറയാം. അതൊരു സാംസ്കാരികപരമായിട്ടുള്ള മാറ്റം, ഒരു കൈമാറ്റമായിരുന്നു ഈ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കുരിശ് യുദ്ധക്കാർ കിഴക്ക് നിന്ന് പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ചരക്കുകളും ഒക്കെ തന്നെ തിരികെ കൊണ്ടുവന്നു. ഈ ഒരു വിനിമയം എന്താണ്, വ്യാപാരം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും വെനീസ്, ജനോവ തുടങ്ങിയിട്ടുള്ള ഇറ്റാലിയൻ നഗരങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ കുരിശ് യുദ്ധവും ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പൗരസ്ത്യ രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വാസ്തുവിദ്യയിലും കലയിലും കരകൗശല വസ്തുക്കളുടെ കാര്യങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയെന്നും ഇസ്ലാമിക കെട്ടിടങ്ങൾ തന്നെ ഒരുപാട് തരത്തിലുള്ള വലിയ കമാനങ്ങൾ, ഗ്ലാസ് നിർമ്മിത രീതികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുരിശ് യുദ്ധത്തോട് കൂടിയിട്ടാണ് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളാവട്ടെ അല്ലെങ്കിൽ ചരക്കുകളാവട്ടെ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളാവട്ടെ ഒക്കെ തന്നെ അങ്ങോട്ട് തിരിച്ചു വരുന്നത്. പിന്നെ അഡ്വാൻസ് ഇൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകേണ്ട കാര്യമാണ്. ഇസ്ലാമിക ലോകവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് യൂറോപ്യന്മാർ കുറച്ചുകൂടി ശാസ്ത്രത്തിലും ഗണിതത്തിലൊക്കെ തന്നെ പുതിയ തരത്തിലുള്ള അറിവിലേക്ക് പ്രവേശിക്കുന്നത്. സോ പേർഷ്യൻ പണ്ഡിതനായിട്ടുണ്ടായിരുന്ന അൽ ഖവാരിസ്മി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അറബി സംഖ്യകൾ, ദശാംശം, ഇപ്പോൾ നമ്മുടെ പോയിന്റ് ഇട്ടിട്ടുള്ള സമ്പ്രദായമൊക്കെ ഇല്ലേ, ദശാംശ സമ്പ്രദായം, അതുപോലെ യൂറോപ്യൻ ഗണിതശാസ്ത്രത്തിലൊക്കെ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. സോ ബീജഗണിതം, ജ്യോതിശാസ്ത്രം, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കൃതികളൊക്കെ തന്നെ യൂറോപ്പിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്ചേഞ്ചിലേക്ക് കടക്കുമ്പോൾ യൂറോപ്പുകാർ പഞ്ചസാര പോലുള്ള പുതിയ തരത്തിലുള്ള, അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ തന്നെ പുതിയ വിളകൾ കൃഷി ചെയ്യാനും പരിഷ്കരിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്തു. കിഴക്ക് നിന്ന് നിരവധി സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതുപോലെ അവരുടെ പാചക രീതി, സമ്പദ് വ്യവസ്ഥേനൊക്കെ സമ്പന്നമാക്കി എന്ന് പറയാം. സോ ഇത്തരത്തിലുള്ള പുതിയ കാർഷിക സമ്പ്രദായങ്ങളും ചരക്കുകളും ഒക്കെ തന്നെ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തി എന്നാണ് പറയുന്നത്. സോ
നമ്മൾ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഒരു വിഭജനം തകർക്കുകയും ഈ ഒരു കുരിശ് യുദ്ധം മാതിരി ഇമ്പാക്റ്റ് കൊണ്ടുവരികയും സയൻസിലും മാത്തമാറ്റിക്സിലും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യുകയും അഗ്രികൾച്ചറിലും കൊമേഴ്ഷ്യൽ എക്സ്ചേഞ്ചിലും വലിയ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തുകയൊക്കെ ചെയ്തു. സോ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുരിശ് യുദ്ധകാലത്ത് ഈ കിഴക്കും പടിഞ്ഞാറും വെവ്വേറെയല്ല എന്നും അവർ റൂട്ടഡ് ആണ്, അതായത് അവർ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു പരസ്പര വികസനത്തെ പല വിധത്തിൽ സ്വാധീനിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഓവറോൾ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസിഷനിൽ നമ്മൾ ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈനും അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഫ്യൂഡലിസം ഇല്ലാതാവാൻ കാരണമായത്, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത് അവരുടെ വിഭജനം തകർത്തതും അവരുടെ കുരിശ് യുദ്ധങ്ങളുടെ ഇമ്പാക്റ്റും സയൻസ് ആൻഡ് മാത്തമാറ്റിക്സും അഗ്രികൾച്ചറും കൊമേഴ്ഷ്യൽ എക്സ്ചേഞ്ചും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി 2ൻ്റെ ഈ ഒരു മൊഡ്യൂൾ 4 കൂടിയിട്ട് അവസാനിക്കുകയാണ്.